നമ്മൾ ഇന്ന് ബ്ലോക്ക് 2 അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന വർക്കാണ്. സ്കാർലറ്റ് ലെറ്റർ ബൈ നതനൽ ഹാത്താം. അപ്പോ നമുക്ക് ആ ഒരു വർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ബ്ലോക്ക് 1 എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബ്ലോക്ക് 2 ആണ്. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 2 മെയിൻ ആയിട്ട് ഈ ഒരു വർക്കിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ അമേരിക്ക 17th സെഞ്ചുറി ആ ഒരു ടൈമിലെ 16th 17th സെഞ്ചുറിയിലെ അമേരിക്കനെ കുറിച്ചിട്ടും കൂടി പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് അമേരിക്ക ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. നമ്മൾ ഇന്ത്യ ഒക്കെ പറയുന്ന ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുന്നേ ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നല്ലോ. അതേപോലെ തന്നെ അമേരിക്കയും അങ്ങനെ തന്നെയായിരുന്നു. അമേരിക്കൻ റവല്യൂഷന് മുന്നേ അമേരിക്കനെ ന്യൂ ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് അമേരിക്ക എന്നൊരു നിയമമൊക്കെ വന്നത് അമേരിക്കൻ റവല്യൂഷനൊക്കെ ശേഷം, ഇൻഡിപെൻഡൻസ് അമേരിക്കയ്ക്ക് കിട്ടിയതിന് ശേഷമാണ്. അപ്പൊ അതിന് മുന്നത്തെ അമേരിക്ക അന്ന് അമേരിക്കൻ കോളനീസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പാണ് പ്രൊട്ടസ്റ്റൻസ്. അപ്പൊ ആ പ്രൊട്ടസ്റ്റൻസിന്റെ വളരെ റിജിഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്, അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ റൂൾസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു നോവലില് മെയിൻ ആയിട്ട് ആ ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്. ആ ഒരു സൊസൈറ്റിയുടെ കഥയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റിയിലെ ഈ വക മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഈ കാര്യങ്ങളൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള അമേരിക്ക കോളനി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നിലനിന്നിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു നോവല് ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. അപ്പോൾ അതായത് ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ഈ നോവലിന്റെ ഓതർ ആയിട്ടുള്ള നതനൽ ഹാത്തോണിന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോവലും കൂടിയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടർ, ഈ ഒരു നോവലിലെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഓതറിന്റെ അമ്മയോട് സാദൃശ്യപ്പെടുത്തിയിട്ട് അമ്മേനെ ഇൻസ്പയർ ചെയ്തിട്ട് അമ്മയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ക്യാരക്ടറാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഹെസ്റ്റർ. അതേപോലെ തന്നെ ഇതിലെ പേൾ എന്ന് പറയുന്ന ഹെസ്റ്ററിന്റെ മോള് നതനൽ ഹാത്തോണിന്റെ മോളെയും പോലെയും സാമ്യം തോന്നിയിട്ട് അതിൽ നിന്നും ഇൻസ്പിറേഷൻ, സ്വന്തം മോളിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ട് എഴുതിയതാണ് ഇതിലെ പോൾ എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് PPT ഷെയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പോ ഇതാണ് നമ്മുടെ ബ്ലോക്ക് 2 നതനൽ ഹാത്തോൺ സ്കാർലറ്റ് ലെറ്റർ. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് കോളനീസ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമിന്റെ കാര്യം നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയേണ്ടതുണ്ട്. അമേരിക്കൻ കോളനീസ്, the 13 British colonies that were established during the 17th and early 18th centuries in what is now a part of the eastern United States. The colonies grew both geographically along the Atlantic coast and westwards, and numerically to 13 from the time of their founding to the American Revolution 1775 to 81. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ കോളനി അല്ലെങ്കിൽ കൊളോണിയൽ അമേരിക്കനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സ്റ്റോറിയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ അമേരിക്കൻ സൊസൈറ്റിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ കോളനീസ് ആയിരുന്നു. 13 ബ്രിട്ടീഷ് കോളനീസ് ആയിരുന്നു. അപ്പൊ അതിലെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പറയാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ പ്യൂരിറ്റാനിസം. So in the 1620s, Puritan leaders began to establish religious communities on the south side of the James River. Puritanism was a religious movement that shaped colonial American society, politics, and culture. Puritans were the members of the Church of England who sought to reform it and separate it from റോമൻ കത്തോലിക്. അതായത് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രണ്ട് റിലീജിയസ് ഗ്രൂപ്പ്സ് ആണ് കത്തോലിസിസം ആൻഡ് പ്രൊട്ടസ്റ്റാന്റിസം. ഇതിൽ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ റിജിഡ് ആയിട്ടുള്ള റിലീജിയസ് ഔട്ട്ലുക്ക് ഉള്ള കുറച്ച് കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൂട്ടം ആൾക്കാരാണ് പ്യൂരിറ്റാനിസം.
വളരെ റിജിഡ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള റിലീജിയസ് കൺസെപ്റ്റ് ആണ് അവർക്കുള്ളത്. അതായത് അവർക്ക് സൊസൈറ്റിയിലെ എല്ലാ തിന്മകളെയും മാറ്റണം. അതുപോലെ തന്നെ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ചേർച്ചിനെ കംപ്ലീറ്റ് ആയിട്ടും കത്തോലിക്കിൽ നിന്നും മാറ്റി മൊത്തം പ്യൂരിറ്റൻസ് ആക്കണം എന്നുള്ള ഒരു എയിമോട് കൂടി വന്ന ഒരു റിലീജിയസ് ഗ്രൂപ്പാണ് പ്യൂരിറ്റാനിസം. പക്ഷെ അവർക്ക് ഇംഗ്ലണ്ടിൽ അധികകാലം നിൽക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് റോമൻ കത്തോലിക്സ് അവർക്ക് അവിടെ നിന്നും മാറേണ്ടതായിട്ട് വന്നു. അപ്പോ ഞാൻ പറഞ്ഞ പോലെ മുന്നേ അമേരിക്ക എന്നുള്ള ഒരു പേര് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുതിയൊരു ലാൻഡാണ്. ഈ പ്രൊട്ടസ്റ്റൻസ് ഇംഗ്ലണ്ടിൽ നിന്നും അപ്പോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു പുതിയ ലാൻഡാണ് നമ്മുടെ അമേരിക്ക. അന്ന് അമേരിക്ക എന്നുള്ള പേരില്ല. അന്ന് ഇവര് ഇതിനെ വിളിച്ച പേരാണ് ന്യൂ ഇംഗ്ലണ്ട്, പുതിയ ഇംഗ്ലണ്ട്. അപ്പൊ അവിടെ പ്യൂരിറ്റൻസ് വരികയും അവരുടെ ബിലീഫ്സ് അവിടെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അതായത് അന്ന് അവിടെ നിലനിന്നിരുന്ന ഒരേ ഒരു റിലീജിയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്യൂരിറ്റാനിസം ആയിരുന്നു. കാരണം അവിടെ കത്തോലിക്സ് ഇല്ല. കത്തോലിക്സിൽ നിന്നും അവർ സെപ്പറേറ്റ് ആയിട്ട് അവർ പുതിയൊരു ലാൻഡ് തേടി വന്ന് അങ്ങനെ എത്തിയതാണ് നമ്മളുടെ അമേരിക്കയിൽ അന്ന് പറയുന്ന അവര് പറയുന്ന ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കയില്. സോ അവരുടെ ബിലീഫ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരായിരുന്നു പ്യൂരിറ്റാനിസ് അല്ലെങ്കിൽ പ്യൂരിറ്റൻസ്. സോ ദേ ബിലീവ്സ് emphasized a personal experience of salvation by Christ, practiced strict moral discipline and purity, believed in a covenant of obedience to God, believed in societal reforms to convert the world to the way of Christ. സോ ഞാൻ പറഞ്ഞ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് താല്പര്യങ്ങളുള്ള ഒരു ബിലീഫ്സ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ നോർമലി നമ്മൾ പറയുന്ന സദാചാരം എന്ന് പറയുന്ന പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ ഡിസിപ്ലിൻസ് പ്യൂരിറ്റീസ് ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ ബിലീഫ്സ് ആണ് ഞാനിവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Many Puritans moved to America, especially the Massachusetts Bay Colony, to have the chance to establish their own society away from the Catholic influence. So അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്യൂരിറ്റൻസ് അമേരിക്കയിലേക്ക് ചേക്കേറാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കത്തോലിക്സിൽ നിന്നും കത്തോലിക്സിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും മാറണം എന്നുള്ളത് കൊണ്ടാണ് അവരൊരു പുതിയൊരു നഗരം തേടി വന്നതും അമേരിക്ക എന്നൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതും. അന്ന് അമേരിക്ക എന്ന പേരൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവരിട്ട പേരാണ് ന്യൂ ഇംഗ്ലണ്ട്. അവർ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവരുടെ പുതിയ ഇംഗ്ലണ്ട് എന്ന രീതിയിൽ അവർ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പേരിടുകയും അവിടെ അവർ അവരുടേതായിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. കാരണം അവിടെ ഈ ഒരൊറ്റ റിലീജിയസ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The story of Scarlet Letter is set in colonial period. The novel describes the events that are supposed to have taken place between the year 1642 to 1649. The setting is Salem, Massachusetts. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി എന്ന് പറയുന്നത് സ്കാർലറ്റ് ലെറ്ററിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊളോണിയൽ പീരീഡിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊളോണിയൽ പീരീഡ് ആ കാലഘട്ടത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സൊസൈറ്റി എന്നൊക്കെ ഉള്ളതൊന്ന് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നോവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അന്ന് നടന്നിരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് നടന്നിരിക്കുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത് കൊളോണിയൽ ടൈമാണ്. അതേപോലെ തന്നെ ടൈം പീരീഡ് ബിറ്റ്വീൻ 1642 to 1649 ആൻഡ് സെറ്റിംഗ് ഇൻ സലം, മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ സെറ്റിംഗ്. Life in colonial America was difficult and often short, but the colonialists made the best of their situation in the hope of a better life for themselves and their family. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്കറിയാലോ, ഒരു കോളനി വൽക്കരണം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് നമുക്കറിയാം. അതേ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അമേരിക്കയും അന്നത്തെ കാലത്ത് അനുഭവിച്ചിരുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കാരണം അവരൊരു കോളനി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ ഫ്രീഡമോ ഇൻഡിപെൻഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു. Jamestown was settled first in 1607, then Plymouth Colony in 1620, Massachusetts Bay in 1630 and so on. ഇങ്ങനെ ഒരുപാട് കോളനീസിനെ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് കോളനീസ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് കുറെ സെപ്പറേറ്റ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്ന പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെറ്റിൽമെന്റ് ആയിട്ട് ബ്രിട്ടീഷേഴ്സ് എടുത്തു. അങ്ങനെയാണ് ജെയിംസ് ടൗൺ ആണ് ഫസ്റ്റ് സെറ്റിൽഡ് ചെയ്ത കോളനി എന്ന് പറയുന്നത്. പിന്നെ പ്ലെയ്മൗത്ത്, പിന്നെ മസാച്യുസെറ്റ്. ഇതിലെ മസാച്യുസെറ്റിലാണ് നമ്മളുടെ ഈ ഒരു കഥ നടക്കുന്നത്. And the colonists, whether the so-called pilgrims of Plymouth or the Anglicans of Jamestown, were deeply religious Christians
who regarded the Bible as God's word and understood they were supposed to live their life according to their strictures. അതായത് ബൈബിളിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറഞ്ഞ പോലെ ഉള്ള ഒരു ജീവിതം നയിക്കണം, അല്ലെങ്കിൽ ഒരു തരത്തിലും തെറ്റായ മാർഗത്തിലൂടെ സമൂഹം പോകാൻ പാടില്ല എന്നും സമൂഹത്തിലെ ജനങ്ങൾ ഒരു തരത്തിലും തെറ്റുകൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഉണ്ടാകുമെന്നും ഒക്കെ അന്നത്തെ കാലത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. Although the New England colonists emphasized the importance of education for all, they still felt that males require more than females as they were expected to go into some sort of business, whereas girls were to be married, raise children and care for the home. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ്, എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മെയിൽസ് എഡ്യൂക്കേഷൻ ആണ്. ഫീമെയിൽസ് എന്ന് പറയുന്നത് അവര് ഗേൾസ് ആണ്, അവര് മാരീഡ്, അതുപോലെ തന്നെ മാരി ചെയ്യാനുള്ളവരാണ്, കുട്ടികളെ വളർത്താനുള്ളവരാണ്, വീട് നോക്കാനുള്ളവരാണ് എന്നുള്ള ആ ഒരു ചിന്ത അന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മെയിൽ എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് പണിഷ്മെന്റ് ഡ്യൂറിംഗ് കൊളോണിയലൈസേഷൻ ഓഫ് അമേരിക്ക were harsh, public and intended to shame offenders. The goal was to create some control and deter others from committing crimes. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ നോവലിൽ മെയിൻ ആയിട്ട് ഈ നോവൽ ബിഗിൻ ചെയ്യുന്നതിന് ഒരു പണിഷ്മെന്റോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് പണിഷ്മെന്റിനെ കുറിച്ചിട്ടും ഒന്ന് മെൻഷൻ ചെയ്തത്. പണിഷ്മെന്റ് ഡ്യൂറിംഗ് കൊളോണിയൽ അമേരിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊളോണിയലൈസേഷൻ ടൈമിൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹാർഷ് ആയിരുന്നു. അതുപോലെ തന്നെ ആ പണിഷ്മെന്റ് കിട്ടേണ്ട ആള് അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആളെ മാക്സിമം പബ്ലിക്കിന് മുന്നിലിട്ട് ഷെയിം ആക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള പണിഷ്മെന്റ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് അവരുടെ ഗോൾ എന്താണ്, എന്തിനാണ് ഇങ്ങനെ പണിഷ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ പണിഷ്മെന്റ് കിട്ടിയ ആൾക്ക് മാക്സിമം ഷെയിം അനുഭവിക്കുക, അതേപോലെ തന്നെ ഒരു സോഷ്യൽ കൺട്രോൾ, ഇതൊക്കെ കണ്ട് മറ്റാൾക്കാർക്കും ഒരു ഭയം ഉണ്ടാകട്ടെ, ഇനി അവരും ഒരു കുറ്റവും ചെയ്യാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ അന്നത്തെ കാലത്ത് കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ സ്കാർലറ്റ് ലെറ്ററിന്റെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ സ്കാർലറ്റ് ലെറ്റർ ബിഗൻ വിത്ത് പ്രില്യൂഡ്, ഒരു പ്രില്യൂഡോട് കൂടിയിട്ടാണ് ഈ സ്കാർലറ്റ് ലെറ്റർ തുടങ്ങുന്നത്. അതായത് ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പൊ ഈ പ്രില്യൂഡിൽ എന്താണ് പറയുന്നത്, ഈ പ്രില്യൂഡിന് ഒരു അൺനെയിംഡ് നറേറ്റർ ഉണ്ട്, പേര് പറയാത്ത ഒരു നറേറ്റർ ഉണ്ട്. ഹി എക്സ്പ്ലെയിൻസ് ഹൗ ദ നോവൽ ഒറിജിൻസ്, ഈ നോവൽ എങ്ങനെയാണ്, നോവലിന്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു നറേറ്റർ ഉണ്ട് ഇതിൽ. ഓക്കെ, എങ്ങനെയാണ് ഈ നോവൽ ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം പറഞ്ഞു തരും. അതാണ് പ്രിലൂഡിൽ ഉണ്ടാവുക. അതൊരു ആമുഖം പോലെ, ആ ആമുഖത്തിൽ പറയുന്ന കാര്യമാണ് എങ്ങനെയാണ് ഈ നോവലിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. While working at the Salem Customs House, a tax collection agency, ഒരു കസ്റ്റം ഹൗസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ഷൻ ഏജൻസിയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ നറേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് he discovers a manuscript. He discovered in the attic a manuscript accompanied by a beautiful scarlet letter, a scarlet letter, നല്ല മനോഹരമായിട്ടുള്ള ചുമന്ന നിറത്തിലുള്ള എ എന്നുള്ള ഒരു ലെറ്ററും അതിന്റെ കൂടെ ഒരു മാനുസ്ക്രിപ്റ്റും, ഒരു ബുക്ക് പോലെ, ഒരു ബുക്കല്ല, ഒരു എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥക്കെട്ട് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. And after the narrator lost his job, he decided to develop the story told in the manuscript into a novel. അപ്പം നറേറ്റർക്ക് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം നറേറ്റർ തീരുമാനിക്കുകയാണ് ഈ മാനുസ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു കെട്ടിലുണ്ടായിരുന്ന കഥയെ ഒരു നോവലാക്കി രൂപക്കൊള്ളാം, അല്ലെങ്കിൽ നോവലാക്കി മാറ്റാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. സോ ദ സ്കാർലറ്റ് ലെറ്റർ ഈസ് ദാറ്റ് നോവൽ. അപ്പൊ ഈ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ഒരു നോവലാണ്, ഈ നോവലിന്റെ ഉത്ഭവം അങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ കാണാം മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഹെസ്റ്റർ പയനി, then Roger Chillingworth, then Arthur Dimmesdale, next is Pearl. ഇതാണ് ഇതിലെ മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിലും ഇതാണ് മേജർ ആയിട്ടുള്ള 4 ക്യാരക്ടേഴ്സ്. ഹെസ്റ്ററിന്റെ പേരിന് താഴെ കാണാം publicly confessed adulteress who wears the scarlet letter as her punishment. ഹെസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ലേഡീനെ അഡൽറ്ററി എന്ന് പറയുന്ന ഒരു കുറ്റത്തിന് പണിഷ്മെന്റ് ചെയ്തിരിക്കുകയാണ്. അഡൽറ്ററി മീൻസ് നമുക്കറിയാലോ, അതായത് എന്താ, നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു രീതിയിലേക്ക് പോവുക, മാരീഡ് ഒന്നും അല്ലാതെ തന്നെ വേറെ പല ആൾക്കാരുമായിട്ട് ഉണ്ടാകുന്ന
ഈ ബന്ധത്തിനെയാണ് അഡൽറ്ററി. സോ ആ അഡൽറ്ററിയിൽ ആ ഹെസ്റ്ററിന് ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞിനെ കൂടി പിടിച്ചിട്ട് ഒരു സ്കഫോൾഡ് മീൻസ് സ്റ്റേജ് പോലത്തെ ഒരു സ്ഥലത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് എല്ലാവരും കൂടിയിട്ട്, ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് ആ സ്ത്രീനെ പലതും പറഞ്ഞ് കളിയാക്കുക. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ്. അപ്പൊ നോവൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബോസ്റ്റൺ എന്ന് പറയുന്ന ടൗണില് അഡൽറ്ററി എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് പണിഷ് ചെയ്തിരിക്കുകയാണ്, വിചാരണ നടത്തുകയാണ് ഈ ഹെസ്റ്റർ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിനെ. ആൻഡ് ഷീ ഈസ് ഹാവിങ് എ ചൈൽഡ്, ഒരു കുട്ടിയുണ്ട് കയ്യില്. ആൻഡ് ഷീ ഈസ് സ്റ്റാൻഡിങ് എ പെഡസ്റ്റൽ അല്ലെങ്കിൽ സ്കഫോൾഡ് എന്ന് ഇതിൽ ഈ നോവല് പറയുന്ന പോലെ തന്നെ. ആൻഡ് വിത്ത് എ ലെറ്റർ എ, ഒരു സ്കാർലറ്റ് ലെറ്റർ, ചുമന്ന നിറത്തിൽ എ എന്ന് എഴുതിയിട്ട് അത് ഹാങ് ചെയ്തിരിക്കുകയാണ് ഹെസ്റ്ററിന്റെ കഴുത്ത് കൂടെ. സോ ആ ലെറ്ററിന്റെ ഉദ്ദേശം അഡൽറ്ററി എന്നുള്ള പണിഷ്മെന്റ് ആണ്, അഡൽറ്ററി എന്നുള്ള ക്രൈം ആണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത് എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഈ 17-ാം നൂറ്റാണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 17th സെഞ്ചുറിയിൽ ഇത്തരത്തിലുള്ള പണിഷ്മെന്റുകളൊക്കെയാണ് കൊടുക്കാറ്. എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള പണിഷ്മെന്റ് കൊടുക്കാറ്. ഇപ്പൊ ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോ ഈ സ്ത്രീ മാത്രമല്ല അവിടെ തെറ്റുകാരി. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനും ഇവിടെ തുല്യ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 17th സെഞ്ചുറിയിലെ ഒരു പണിഷ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് പറയുന്നത്. സ്ത്രീയാണ് ഇതിൽ തെറ്റുകാരി എന്നുള്ള രീതിയിലാണ് അവിടെ പണിഷ്മെന്റ്. അല്ലാതെ ഇതിലെ കുട്ടിയുടെ അച്ഛനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ തെറ്റുകാരനാണെന്നോ ഒന്നും പറയുന്നില്ല. ഈ സ്ത്രീയാണ് ഇതിലെ തെറ്റുകാരി. ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ആരാന്ന്, പക്ഷെ ഈ സ്ത്രീ അച്ഛൻ ആരാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഈ സ്ത്രീ ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ഈ ഒരു കുട്ടീനെ കയ്യിൽ വെച്ച് നിൽക്കുകയാണ്, പബ്ലിക്കായിട്ട് വിചാരണ നടക്കുകയാണ്. എല്ലാവരും ഈ സ്ത്രീനെ കളിയാക്കുന്നുണ്ട്. ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ആരാന്ന്, പക്ഷെ അച്ഛനൊരു പണിഷ്മെന്റ് ഒന്നുമില്ല, ഈ സ്ത്രീക്കാണ് പണിഷ്മെന്റ്. അപ്പൊ പണിഷ്മെന്റ് എന്താണ്? ഒരു ലെറ്റർ ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു ലെറ്റർ, വിച്ച് മീൻസ് അഡൽറ്ററി. അത് ജീവിതകാലം മുഴുവൻ ഹാങ് ചെയ്ത് നടക്കണം, കഴുത്തു കൂടെ ഇങ്ങനെ ഹാങ് ചെയ്ത് നടക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ്. സോ ഈ സ്ത്രീ ഇങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, പെഡസ്റ്റലിൽ നിൽക്കുകയാണ്, സ്റ്റേജിൽ നിൽക്കുകയാണ്. സ്റ്റേജ് അല്ല, പെഡസ്റ്റൽ, ശിക്ഷിക്കുമ്പോൾ അങ്ങനെ നിർത്തുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അവരുടെ എക്സ് ഹസ്ബൻഡിനെ കാണാണ്. എക്സ് ആളുടെ പേരാണ് റോജർ ചില്ലിംഗ്വർത്ത്. അപ്പൊ എക്സ് ഹസ്ബൻഡിന്റെ യഥാർത്ഥ പേര് റോജർ ചില്ലിംഗ്വർത്ത് എന്നായിട്ട് ഈ നോവലിൽ പറയുന്നില്ല. പക്ഷെ ഈ എക്സ് ഹസ്ബൻഡ് ആളുടെ പേര് എന്ന് പബ്ലിക്കിനോട് പറയുന്നത് ഈ ഒരു പേരാണ്, റോജർ ചില്ലിംഗ്വർത്ത്. ഇവിടെ ഈ എക്സ് ഹസ്ബൻഡിനെ കുറെ നാളായിട്ട് കാണാതിരിക്കുകയായിരുന്നു, ഒരുപാട് നാളായിട്ട് കാണാതിരിക്കുകയായിരുന്നു. അപ്പോ ഷീ തോട്ട് ദാറ്റ് ഹി ഡൈഡ് എന്നാണ് വിചാരിച്ചിരുന്നത്, മരിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. മാത്രമല്ല ഹെസ്റ്റർ ഒരുപാട് ഇയാളുടെ ഈ ക്രൂരതകളൊക്കെ കുറെ സഹിച്ചിട്ടുള്ള ഒരു ലേഡി കൂടിയാണ്, കല്യാണം കഴിഞ്ഞ് ഇവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് കൂടിയാണ് എക്സ് ഹസ്ബൻഡ് എന്നിവിടെ പറഞ്ഞത്. ഇപ്പോ ഹസ്ബൻഡ് അല്ല, പക്ഷെ ക്രൗഡിനിടയിൽ ഷീ സീ ദാറ്റ് ആ മാൻ അവിടെ നിൽക്കുന്നത് കണ്ടു, അയാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷെ അയാൾ ഈ റോജർ എല്ലാവരോടും ചോദിക്കുകയാണ് എന്തിനാണ് ഹെസ്റ്ററിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സ്ത്രീ അഡൽച്ചറേഷൻ അല്ലെങ്കിൽ അഡൽച്ചറി എന്ന് പറയുന്ന ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സ്ത്രീനെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നു. അപ്പൊ ഈ അഡൽച്ചറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മാൻ ആരാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊരു ഡിസിഷൻ റോജർ ചില്ലിംഗ്വർത്ത് എടുക്കുകയാണ്. അതായത് ഈ സ്ത്രീയുടെ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ആരാ എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് റോജർ ചില്ലിംഗ്വർത്ത്. സോ റോജർ ചില്ലിംഗ്വർത്ത് അപ്പൊ ഒരു ഫിസിഷ്യൻ എന്നുള്ള ഒരു ലേബലിലാണ്, അതായത് ഒരു ഡോക്ടർ എന്നുള്ള ലേബലിലാണ് പിന്നീട് ആ നഗരത്തിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത്. റോജർ അവിടെ തന്നെ നിൽക്കുകയാണ്. റോജറിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹെസ്റ്ററിന്റെ കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഈ സ്ത്രീനെ, അതായത് ഹെസ്റ്ററിനെ പ്രിസണിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പ്രിസണിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആരാണ് അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ, കുട്ടിയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഹെസ്റ്റർ പേര് പറയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ റോജർ ചില്ലിംഗ്വർത്ത് അപ്പോഴേക്കും അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനായി മാറിക്കഴിഞ്ഞു. അപ്പോ റോജർ ചില്ലിംഗ്വർത്ത് ചോദിക്കുന്നുണ്ട് ഹെസ്റ്ററിനോട് ആരാണ്. അപ്പോ ഹെസ്റ്റർ ഒന്നും പറയുന്നില്ല. സോ ഹെസ്റ്ററിനോട് റോജർ ചില്ലിംഗ്വർത്ത് പറയാണ് ഞാൻ കുട്ടിയുടെ അച്ഛൻ ആരാ എന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിയുന്നു. പിന്നെ അതിനുശേഷം ഹെസ്റ്ററിനെ പ്രിസണിൽ നിന്നും റിലീസ് ചെയ്യാണ്. റിലീസ് ചെയ്തതിന് ശേഷം ഹെസ്റ്റർ ഒരു കോട്ടേജ് എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യാണ്. അവിടെ സ്റ്റിച്ചിങ് വർക്ക് ആണ് ഹെസ്റ്റർ ചെയ്യുന്നത്.
ഒപ്പം ഹെസ്റ്ററിന്റെ മകള് പേൾ എന്നാണ് മകളുടെ പേര്. അപ്പൊ പേൾ എന്ത് ചെയ്യുന്നു? പേൾ അവിടെ വളരുന്നു. അങ്ങനെ അമ്മയുടെ കീഴിലാണ് ഇപ്പോ പേള് വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോറിറ്റീസിന് തോന്നുകയാണ് ഇത്രയും പാപം ചെയ്ത ഒരു കുട്ടിയെ, ഒരു സ്ത്രീയുടെ മകളായിട്ട് ഈ കുട്ടി വളർന്നാൽ ഈ കുട്ടിയും അങ്ങനെ പാപം ചെയ്യുന്നവളായി മാറുമോ എന്ന് തോന്നിയിട്ട് അതോറിറ്റീസ് ഈ ഒരു കുട്ടീനെ എന്ത് ചെയ്യാണ്? ഈ ഒരു കുട്ടീനെ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അവളെ ഞങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കാം, അല്ലാതെ നിന്റെ ഒരു പാപം ചെയ്ത ആളുടെ മകളായിട്ട് അവൾ വളരാൻ പാടില്ല എന്ന് പറയാണ്. പക്ഷെ ഹെസ്റ്ററിന് ഇവിടെ വേറെ ആരും ഹെസ്റ്ററിന് ഇല്ല, ഹെസ്റ്ററിന് ഹസ്ബൻഡ് ഇല്ല, വേറെ ആരുമില്ല. എല്ലാവരും ഹെസ്റ്ററിനെ ഒരു പാപിയായിട്ടാണ് കാണുന്നത്. പേള് മാത്രമാണ് ഹെസ്റ്ററിന്റെ ലോകം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മുടെ ആർതർ ഡിംസ്ഡെയിൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. അപ്പൊ പാസ്റ്ററിനോടും എല്ലാവരോടും അതോറിറ്റീസിനോടും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഹെസ്റ്റർ, പേൾ മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് പേളിന് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട്. ലേറ്റർ അഡ്മിനിസ്ട്രേഷൻ അലൗ ചെയ്യും, പേളിനെ വളർത്തിക്കോളാൻ പറഞ്ഞ് അഡ്മിനിസ്ട്രേഷൻ എന്തായാലും ഹെസ്റ്ററിനാണ് അതിനുള്ള അനുവാദം കൊടുക്കും. അങ്ങനെ ചില്ലിംഗ്വർത്ത് അവിടുത്തെ ഒരു വലിയൊരു ഫേമസ് ഡോക്ടറായി. അതേപോലെ തന്നെ ആർതർ ഡിംസ്ഡെയിലിന്റെ ഒരു ഫ്രണ്ടുമായി. കാരണം ഈ ആർതർ ഡിംസ്ഡെയിലിന് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും. അപ്പോ ഡിംസ്ഡെയിലിന് ഇങ്ങനെ അസുഖം വരുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ ഒരു പശ്ചാത്താപം കൊണ്ടാണോ, അല്ലെങ്കിൽ അതിന്റെ കുറ്റബോധം കൊണ്ടാണോ ഇങ്ങനെ അസുഖം വരുന്നത് എന്ന് റോജർ ചില്ലിംഗ്വർത്തിന് തോന്നുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത തെറ്റ് ഹെസ്റ്റർ എന്നുള്ള ഈ ഒരു, അല്ലെങ്കിൽ ഹെസ്റ്ററിന്റെ മകൾ, അല്ലെ പേളിന്റെ അച്ഛനാകാൻ സാധ്യതയുണ്ട് ആർതർ ഡിംസ്ഡെയിൽ. ആ ഒരു തെറ്റിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കാം ചിലപ്പോ ഈ ആർതറിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നത് എന്ന് റോജർ ചില്ലിംഗ്വർത്ത് കണക്കാക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കി അത് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആർതർ ഡെംസ്ഡെയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ബെഡിൽ കിടക്കുന്ന സമയത്ത്, ആർതർ ഡെംസ്ഡെയിലിന്റെ നെഞ്ചത്ത് ഈ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ആർതർ ഡെംസ്ഡെയിൽ കുത്തിവെച്ചതായിട്ട് അല്ലെങ്കിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കുകയാണ് റോജർ ചില്ലിംഗ്വർത്തിന്. അപ്പൊ റോജർ ചില്ലിംഗ്വർത്ത് ഇത് ഉറപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം. ഇതിനിടയിൽ തന്നെ നമ്മുടെ ആർതർ ഡിംസ്ഡെയിലിന് ഈ ഒരു കുറ്റബോധം വളരെയധികം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൺഫസ് ചെയ്യണം എന്നുള്ളതിന്റെ അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത് എങ്ങനെയെങ്കിലും എല്ലാവരോടും തുറന്നു പറയണം എന്നുള്ള ഒരു ആഗ്രഹവും ആർതർ ഡിംസ്ഡെയിലിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാള് ആ സ്കഫോൾഡ്, എവിടെയാണോ ഹെസ്റ്ററിനെ പണിഷ് ചെയ്തത്, ഇതിന്റെ മുകളിൽ നിർത്തിയാണോ ഹെസ്റ്ററിനെ പണിഷ് ചെയ്തത്, അതിന്റെ മുകളിൽ താനും നിന്നുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ഏറ്റുവാങ്ങണം എന്ന് ചിന്തിച്ച് ഒരു ദിവസം അവിടെ പോയിട്ട്, ഒരു ദിവസം നൈറ്റ് അവിടെ പോയി നിന്ന് കയറി നിൽക്കുകയാണ്. ആ സമയത്ത് ഹെസ്റ്ററും പേളും ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഹെസ്റ്ററും പേളും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നു, സംസാരിക്കുന്നു. ഹെസ്റ്റർ പറയുന്നു അത് തുറന്നു പറയേണ്ട ആവശ്യമില്ല, കൺഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡിംസ്ഡെയിലിനോട് പറയുന്നു. ഇവർ ഈ സംസാരിക്കുന്നത് റോജർ ചില്ലിംഗ്വർത്ത് കേൾക്കുകയാണ്. അങ്ങനെ റോജർ ചില്ലിംഗ്വർത്തിന് മനസ്സിലാവാണ് പേളിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ആർതർ ഡിംസ്ഡെയിൽ ആണ് എന്ന് ചില്ലിംഗ്വർത്ത് മനസ്സിലാക്കുന്നു. ലേറ്റർ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയുള്ള കഥ പറയുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാട്ടിൽ വെച്ച് ഹെസ്റ്ററും ഡിംസ്ഡെയിലും വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോ ഹെസ്റ്റർ പറയാണ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം, യൂറോപ്പിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യാണ്. പക്ഷെ ഡിംസ്ഡെയിൽ അപ്പോഴും സെറ്റിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ താൻ ചെയ്ത കുറ്റം കൺഫസ് ചെയ്യണം എന്ന് ഡിംസ്ഡെയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ, അതിനുശേഷം തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഹെസ്റ്ററും റോജറും ഒരു തവണ കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ഹെസ്റ്റർ റോജറിനോട് ഇത് കൺഫസ് ചെയ്യുന്നുണ്ട്. അതായത് ഹെസ്റ്ററും ആർതർ ഡിംസ്ഡെയിലും ഈ കാട്ടിൽ വെച്ച് കാണുമ്പോൾ ഹെസ്റ്റർ ആർതറിനോട് പറയാണ് നമുക്ക് യൂറോപ്പിൽ പോയി സെറ്റിൽ ചെയ്യാം, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ റോജർ ചില്ലിംഗ്വർത്ത് എന്ന് പറയുന്നത് എന്റെ എക്സ് ഹസ്ബൻഡ് ആണ് എന്നും കൂടി ആർതർ ഡിംസ്ഡെയിലിനോട് നമ്മുടെ ഹെസ്റ്റർ പറയാണ്. അതിനുശേഷം ആ കാട്ടിൽ വെച്ച് തന്നെ ഹെസ്റ്റർ തന്റെ കഴുത്തിലുള്ള ആ എ എന്ന് പറയുന്ന ലെറ്റർ പൊട്ടിച്ചെറിയുകയാണ്. അതിനുശേഷം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വായനക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അതായത് ഹെസ്റ്റർ അവിടെ നിന്നും തന്റെ പഴയ കാലം നിർത്തി പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളത്. അങ്ങനെ ഹെസ്റ്റർ എന്ത് ചെയ്യാണ്, ആർതറിനും പേളിനും വേണ്ടി ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ഷിപ്പില്, അവര് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടുത്തെ എലക്ഷൻ ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആർതർ ഡിംസ്ഡെയിലിന് അവിടെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് ഇവര് ഒരു പ്രൊസഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറെ പ്രീസ്റ്റും കുറെ ജനങ്ങളൊക്കെ കൂടിയിട്ട്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വളരെയധികം കുറ്റബോധം ഈ ആർതർ ഡിംസ്ഡെയിലിന് വരികയാണ്. ആ കുറ്റബോധത്തിന്റെ പേരിൽ ആർതർ ഡിംസ്ഡെയിൽ ഓടിപ്പോയിട്ട് ഹെസ്റ്ററിനെ പണിഷ് ചെയ്തിട്ടുള്ള ആ പെഡസ്റ്റൽ തന്നെ കയറി നിന്നുകൊണ്ട് പറയാണ്, ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും 7 വർഷത്തോളമായിട്ട് നിങ്ങൾ എല്ലാവരും
കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ സിന്നാണ്, പണിഷ് ചെയ്യണം അല്ലെങ്കിൽ പാപിയാണ് എന്ന് പറഞ്ഞ് ഹെസ്റ്ററിന്റെയും അതുപോലെ തന്നെ പേളിന്റെയും കാര്യം അവിടെ ഓപ്പൺ ആയിട്ട് പറയാണ്. കൂടെ അപ്പൊ ഹെസ്റ്ററും ആ പെഡസ്റ്റലിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഹെസ്റ്ററിന്റെ അടുത്തും കൂടി പറയാണ്, ഇവളെ എത്രയും കാലം നിങ്ങൾ തെറ്റുകാരി എന്ന് വിളിച്ചു, ഞാനാണ് ശരിക്കും പേളിന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ കൺഫസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആർതർ ഡംസ്റ്റേല് ആ പെഡസ്റ്റലിൽ വെച്ചിട്ട് തന്നെ ഹെസ്റ്ററിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ പിന്നെ അതിനുശേഷം അത് അവിടെ കഥ അവസാനിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചില്ലിംഗ് വർത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം ഇതേപോലെ തന്നെ തന്റെ സ്വത്തുക്കളെല്ലാം പേളിന് എഴുതി വെച്ച് ചില്ലിംഗ് വർത്ത് മരിക്കുന്നു. അതേപോലെ പേള് ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മാനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. തിരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹെസ്റ്റർ തിരിച്ച് ബോസ്റ്റണിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് എഗെയിൻ എ എന്നുള്ള ആ ഒരു ലെറ്റർ പിൻ ചെയ്തിട്ട് വെക്കുകയാണ്, തന്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കുന്നു. പിന്നെ ആള് ജീവിക്കുന്നതും സമ്പാദിക്കുന്നതുമായിട്ടുള്ള കാശെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് ജീവിക്കുകയാണ് ഹെസ്റ്റർ ചെയ്യുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഹെസ്റ്റർ മരിക്കുന്നു. ആൻഡ് ഹെസ്റ്ററിന്റെ ഫ്യൂണറൽ അല്ലെങ്കിൽ ഹെസ്റ്ററിന്റെ ഡെഡ് ബോഡി ബറി ചെയ്യുന്നത് നമ്മുടെ ആർതർ ഡിംസ്ഡെയിലിന്റെ അരികിൽ തന്നെയാണ്. ഇതാണ് നമ്മളുടെ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ഒരു കഥയുടെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇവിടെ ഈ കഥ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, തീംസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ സയൻസ്, ആർട്ട്, റിലീജിയൻ ആൻഡ് നേച്ചർ. ഇവിടെ സയൻസും ആർട്ടും റിലീജിയനും നേച്ചറും ഒക്കെ വരുന്നുണ്ട്. ചില്ലിംഗ്വർത്ത് ഈസ് എ സയന്റിസ്റ്റ്, എ ഡിവോട്ടഡ് സ്കോളർ ഓൾ ഹിസ് ലൈഫ്. He is known in his Puritan settlement as a physician gathering a wide variety of herbs. He is also described as a miner, a geometrician and an engineer. ഇവിടെ ചില്ലിംഗ്വർത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റോജർ ചില്ലിംഗ്വർത്ത് ഞാൻ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആള് ഡോക്ടറായിട്ട് വരുന്നുണ്ട്. Then Hester represent art. Dimmesdale, the clergyman, represent religion. He is a heavy ordained apostle, an angel in speech and action, a miracle of holiness and of whitest sanctity. He is constantly associated with white color embodying holiness. ഇവിടെ ഡിംസ്ഡെയിൽ എന്ന് പറയുന്ന ഒരു ക്ലർജി മാൻ ആണ്, ഹൈലി റിലീജിയസ് മാൻ ആണ്. പക്ഷെ ആള് ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഹൈലി റിലീജിയസ് മാൻ and always white color. Is constantly associated with white color. And pearl is symbol of nature. She grows up in the lap of nature, away from the community and other children. As a natural child, Pearl, rejecting the companion of human children, becomes intimate with growing things. അതായത് പേൾ എന്ന് പറയുന്നത് ഇവിടെ വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ പേൾ വളരുന്നതും മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടല്ല, പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള ഒരു വളർച്ചയായിരുന്നു. അല്ലാതെ വേറെ ആരുമായിട്ടും അധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും പേളിന് ഉണ്ടായിട്ടില്ല. ബട്ട് ഷീ നോ അബൌട്ട് ഹെർ മദർ, അബൌട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും തിരിച്ചറിയാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു പേളിന്. ആർട്ട് ആൻഡ് സയൻസ് ആർ ഒപ്പോസ് ടു ഈച്ച് അതർ ലൈക്ക് ഹെസ്റ്റർ ആൻഡ് ചില്ലിംഗ്വർത്ത്. ഹെസ്റ്ററിന്റെ എക്സ് ഹസ്ബൻഡ് ആണ് റോജർ ചില്ലിംഗ്വർത്ത്. ആർട്ടും സയൻസും ഒരുമിച്ച് എപ്പോഴും പോവാറില്ല. അതുപോലെ തന്നെയാണ് ഹെസ്റ്ററും ചില്ലിംഗ്വർത്തും. Their union is barren and sterile like their marriage. അവരുടെ മാരേജ് ഒരു ബ്രോക്കൺ മാരേജ് ആയിരുന്നു. അതുകൊണ്ടാണ് their union is barren and sterile എന്ന് പറയുന്നത്. Now science is quite destructive for religion. It dissents it. എപ്പോഴും ഈ സയൻസും റിലീജിയനും ഒരുപോലെ പോകില്ല. നമ്മുടെ റിലീജിയൻ എന്ത് പറയും? പ്രാർത്ഥിച്ച അസുഖം മാറ്റാം എന്ന് പറയും. സയൻസ് എന്ത് പറയും? പ്രാർത്ഥിച്ച അസുഖം മാറ്റല്ല, അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് അസുഖം മാറ്റേണ്ടത് എന്ന് പറയും. അപ്പൊ സയൻസും റിലീജിയനും എപ്പോഴും ഒരേപോലെയല്ല. പല കാര്യങ്ങൾ, അതൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും അങ്ങനെയല്ല. സയൻസ് എപ്പോഴും പ്രൂവൺ ആണ്. കറക്റ്റ് ഒരു തിയറി ബേസ് ചെയ്തിട്ട്, പ്രൂഫ് ബേസ് ചെയ്തിട്ട് പോകുന്നതാണ് സയൻസ്. റിലീജിയൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു ബിലീഫ് സിസ്റ്റം ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണ്. So it dissents, it analyzes it and breaks it into fragments, just as Dimmesdale is analyzed, cut and laid threadbare by Chillingworth in his attempt to isolate in cold blood the sanctity of a human heart. Chillingworth എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ, Chillingworth represent science, Dimmesdale represent religion. അതാണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഡിംസ്ഡെയിലിനെ മനസ്സിലാക്കാൻ വേണ്ടി ചില്ലിംഗ്വർത്ത് ഓരോ അറ്റംപ്റ്റ് എടുത്തു, അനലൈസ് ചെയ്തും വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുമാണ് ചില്ലിംഗ്വർത്ത് ഡിംസ്ഡെയിലിനെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഹാർട്ട്, സോൾ ആൻഡ് മൈൻഡ്. ഹെസ്റ്റർ റെപ്രസെന്റ് ദ ഹാർട്ട്, ദ സീറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെസ്റ്റർ റെപ്രസെന്റ്സ് ഹാർട്ട്, ദ സീറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. ഷീ ഈസ് ഓൾവേസ് the kindly spirit, instinctive feeling for and helping people. Not only Dimmesdale, but even those who
spur her and ridicule her. As the angel of mercy, she embodies the spontaneous sympathies of the heart. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെസ്റ്റർ represents heart and emotions. എല്ലാവർക്കും നല്ലത് വരുത്താനും നല്ലത് ചിന്തിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഹെസ്റ്റർ. Then Dimmesdale, the man of religion, symbolizes the soul. Dimmesdale ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് സോൾ ആയിട്ടാണ്, because he is a man of religion. Not only does he care for the soul of others, but his own soul is tormented by his pangs of conscience. മറ്റുള്ളവരുടെ ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു ആള് മാത്രമല്ല ഡിംസ്ഡേൽ, പക്ഷെ സ്വന്തം ഹൃദയം തന്നെ അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനെ തന്നെ ഒരുപാട് തവണ കുറ്റബോധം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് ഡിംസ്ഡേൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചില്ലിംഗ്വർത്ത് ഈസ് പ്രൈമർലി ഗവേൺഡ് ബൈ ഹിസ് മൈൻഡ്. ചില്ലിംഗ്വർത്ത് മൊത്തം മൈൻഡിലാണ്, ആസ് എ സയന്റിസ്റ്റ് ഓർ ആസ് എ മാൻ ഓഫ് സയൻസ്. ഹിസ് കോൾഡ് കാൽക്കുലേറ്റിംഗ് സ്കിമ്മിംഗ് നേച്ചർ റിവീൽഡ് ഇൻ എ gruesome manner in his attempt to analyze and dissect Dimmesdale indicates clearly that he stands for mind. നെക്സ്റ്റ് നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സിനെ ഇവിടെ കുറിച്ച് പറയാണ്. അപ്പൊ നമ്മൾ ഇതിനിടയിലൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ സയൻസ് ആർട്ട് റിലീജിയൻ ആൻഡ് നേച്ചർ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിൽ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഫ്രോയിഡ് എന്ന് പറയുന്നത്. സോ ഫ്രോയിഡിന്റെ സൈക്കോ അനലറ്റിക്കൽ തിയറി ഒക്കെ വളരെ ഫേമസ് ആണ്. അപ്പോ ഈ പേള്, ഹെസ്റ്റർ, ഡിംസ്ഡേൽ ഇവരെ വെച്ചിട്ട് ഒരു അനലൈസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഒരു എസ്സേ ഉണ്ട്, ദ സ്ട്രക്ചർ ഓഫ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫ്രൂയിഡ് എഴുതിയ ഒരു എസ്സേ ആണ്. ഈ എസ്സേയില് നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് മനസ്സിന് 3 ലെവൽ ഉണ്ട്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതാണ് 3 ലെവല്, മനസ്സിന്റെ 3 ലെവല്. ഇപ്പൊ ഫ്രൂയിഡിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഒരു ഹാസ് നോ ഓർഗനൈസേഷൻ ആൻഡ് നോ യൂണിഫൈഡ് വിത്ത്. ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി, ദ സീറ്റ് ഓഫ് ദ ഇൻസ്റ്റിങ്ക്ട് ആൻഡ് ഈസ് ഗവേൺഡ് ബൈ ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ഇത് എന്ന് പറയുന്നത് നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾ, നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം അത് വെച്ച് നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഇത് എന്ന് പറയുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലഷറബിൾ പ്രിൻസിപ്പിൾ ആണ്. അതായത് റിയാലിറ്റി അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി അല്ല, പക്ഷെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, മൊറാലിറ്റി അല്ലാതെ, മോറൽ അല്ലാതെ, നല്ല കാര്യങ്ങളല്ലാതെ നമുക്ക് കുറെ ആഗ്രഹങ്ങളും കുറെ പ്ലഷർ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അടങ്ങിയിരിക്കുന്ന മനസ്സിന്റെ ഒരു ഭാഗത്തിനെയാണ് ഇത് എന്ന് പറയുന്നത്. മനസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അതൊരു നല്ല കാര്യം, എപ്പോഴും നല്ല നന്മകൾ മാത്രമല്ല, ഓരോ മനുഷ്യനും ഓരോരോ തിന്മകളും ഉണ്ടാവില്ലേ, അതിലത്തെ ആ തിന്മകൾ അല്ലെങ്കിൽ അവർക്ക് പ്ലഷർ കിട്ടുന്നത് എന്താണോ അതിനെ നിറച്ചിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി ആണ്, ഈസ് ഓപ്പറേറ്റഡ് ബൈ റിയാലിറ്റി പ്രിൻസിപ്പിൾ. അതായത് റിയൽ ആയിട്ട് എന്താണോ ലോകത്ത് നടക്കുന്നത് അതാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഈഗോയിൽ നിൽക്കുമ്പോൾ നമ്മൾ റിയാലിറ്റിനെയാണ് കാണുക. അല്ല, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിലൂടെ കുറെ പാസ് ചെയ്ത് പോകുന്ന ഓരോ പ്ലഷർ പ്രിൻസിപ്പിൾസ്, നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമായിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പ്ലഷറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഇത്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നതാണ് മൊറാലിറ്റി. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു കപടത ഉണ്ടല്ലോ, ഞാൻ ഇന്ന കാര്യങ്ങളെ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തരം മോറൽ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി, നമ്മൾ ഷോ ചെയ്യുന്ന പേഴ്സണാലിറ്റിയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൊസൈറ്റിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിലും നമ്മൾ ഷോ ചെയ്യുന്ന, അത് റിയാലിറ്റി ആവില്ല. വീട്ടിൽ നമ്മൾ റിയൽ ആയിരിക്കും, നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എടുത്തിടുന്ന ആ ഒരു മുഖം മൂടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ നമ്മുടെ മനസ്സിനെ 3ആയിട്ട് ഫ്രൂയിഡ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും എന്ന് പറയാണ്. Dimmesdale as the shepherd of the flock, as the earnest minister of the community, represents the super ego. ഇവിടെ നമുക്ക് ഡിംസ്ഡേലിനെ കാണാം, ഏതാണ്, ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് സൂപ്പർ ഈഗോ. ഡിംസ്ഡേലിന്റെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ എന്താണ്? ഡിംസ്ഡേൽ ആണ് പേളിന്റെ അച്ഛൻ. അപ്പൊ ഡിംസ്ഡേൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് ഒരു മുഖം മൂടിയാണ്. താൻ വളരെ നല്ലവനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതായത് സമൂഹത്തിൽ നന്മ മാത്രമേ ചെയ്യുള്ളൂ, മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കില്ല, പിന്നെ അതേപോലെ തന്നെ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ, സന്മാർഗത്തിലൂടെ മാത്രമേ പോവുള്ളൂ, അതുപോലെ തന്നെ സൽസ്വഭാവിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ ഡിംസ്ഡേൽ എന്ന് പറയുന്നത്. ആള് നല്ല വ്യക്തിയൊക്കെ തന്നെയാണ്, പക്ഷെ ഡിംസ്ഡേൽ ആണ് പേളിന്റെ അച്ഛൻ. അപ്പൊ അവിടെ ഡിംസ്ഡേൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് നല്ലവനായി നടക്കുന്ന, അവിടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്.
ഹെസ്റ്റർ ഇവിടെ ഈഗോ ആണ്. അതായത് ഹെസ്റ്റർ എംബോഡീസ് ദ ഈഗോ. നമ്മൾ ഈ പറയുന്ന ഫ്രൂഡിന്റെ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഹെസ്റ്റർ. ഹെസ്റ്റർ ഇവിടെ പ്രാക്ടിക്കൽ ആണ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ഹെസ്റ്റർ. ഹെസ്റ്റർ ഒരിക്കലും പ്ലഷർ ആയിട്ടുള്ള കാര്യത്തിൽ മുഴുകി നിൽക്കുകയോ അല്ലെങ്കിൽ കപടത മുഖംമൂടിയെ ധരിച്ചു നടക്കുന്നതോ ആയിട്ടുള്ള ആളല്ല. ഷീ റെപ്രസെന്റ് ഈഗോ, റിയാലിറ്റി. ആൻഡ് ഇവിടെ ഇതാണ് പറയുന്നത്. അപ്പൊ പേള്, ഹെസ്റ്റർ, ഡിംസ്റ്റെയിൽ ഇവര് മൂന്നാളെയും വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതിൽ ഡിംസ്റ്റെയിൽ എന്ന് പറയുന്നത് റെപ്രസെന്റ് സൂപ്പർ ഈഗോ, ഹെസ്റ്റർ റെപ്രസെന്റ് ഈഗോ. ആൻഡ് she serves as a bridge between Pearl, the id, and Dimmesdale, the super ego. Pearl എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺറിയൽ ആയിട്ട്, അൺറിയൽ മീൻസ് ഷീ ഹാസ് ഹെർ ഓൺ പേഴ്സണൽ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ജീവിക്കുന്ന ഒരാളാണ് പേൾ. ഓക്കെ, ഈ മൂന്നാൾക്കാരെയും വെച്ചിട്ടാണ് നമ്മളുടെ ഫ്രൂഡിയൻ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഹാർട്ട്, സോള്, മൈൻഡ്. അത് കഴിഞ്ഞ് ഹെസ്റ്റർ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ. Within limits resembles several literary figures and also the literary and philosophical movement of the period. She can be seen as a transcendentalist who reject both society and religion. ഇവിടെ ഹെസ്റ്ററിനെ വെച്ച് നമുക്ക് കുറെ ലിറ്റററി ഫിഗേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യമേ നമുക്ക് പറയേണ്ടത് ഹെസ്റ്റർ എന്ന് പറയുന്നത് സൊസൈറ്റിനെയോ റിലീജിയനോ ഒക്കെ ടോട്ടലി റിജക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു തനിക്ക് വേണ്ട ഒരു, അല്ലെങ്കിൽ താൻ സിന്നാണ് ചെയ്തതുണ്ടെങ്കിൽ സിന്നായിട്ട് തന്നെ ജീവിക്കാം എന്നുള്ള ആ ഒരു തന്റെ അടുത്തോട് കൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് ഹെസ്റ്ററിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രാൻസെൻഡന്റലിസ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസെൻഡന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിൽ പറയുന്നത് ദർ ഇസ് നോ ഓർ ദാറ്റ് മൂവ്മെന്റ് റിജക്ട് ബോത്ത് റിലീജിയൻ സൊസൈറ്റിയോ അങ്ങനെയൊന്നും ഇല്ലാതെ നടക്കുന്നവരാണ് ട്രാൻസെൻഡന്റലിസ്റ്റ്. അപ്പൊ ഷീ ഓൾസോ റെപ്രസെന്റ് ദാറ്റ് എന്നുള്ളതാണ് നമുക്ക് ഒരു നമുക്കൊരു നിരൂപണം അല്ലെങ്കിൽ ക്രിറ്റിസിസം ആയിട്ടോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അതേപോലെ ഹെർ ഐസൊലേഷൻ ഈസ് ഓൾസോ ക്വൈറ്റ് റൊമാൻറ്റിക്. ക്വൈറ്റ് റൊമാൻറ്റിക് മീൻസ് her giving all to love also has a romantic streak about it. Her temperament also has a romantic instinct in her passion. Her state of excitement, bordering on frenzy in the prison after her first exposure to the crowd. And romantic means all for love. എല്ലാവർക്കും നന്മ അല്ലെങ്കിൽ നല്ലത് എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെയും നമുക്ക് ഇതിനെ ക്രിട്ടിക്കൽ ആയിട്ട് അപ്രോച്ച് ചെയ്യാം ഹെസ്റ്ററിനെ മനസ്സിലാക്കാൻ. Then Hester grows as a person, and Hawthorne shows her spiritual development. She learns through years of contemplation that she must willingly adjust her life to the requirements of nature and even the society. So ഇവിടെ ഇവിടെ ഹാവ്തോൺ നമ്മുടെ റൈറ്റർ ഹെസ്റ്ററിന്റെ ഒരു ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്തും കൂടി കാണിച്ചു തരുന്നുണ്ട്. That she through years of contemplation that she willingly adjusts her life to the requirements of nature and society പറയുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലേഡി. And years of self-denial and toleration of humiliation coupled with speculation on the possibility of a new morality in the new world enable her to achieve spiritual greatness. ഒരുപാട് വർഷം ഇതുപോലെ അല്ലെങ്കിൽ സിന്ന് ചെയ്ത ആള് എന്നുള്ള രീതിയിൽ ജീവിച്ചിട്ട് and later on she got a possibility or she is on a possibility of a new morality in the world, in the new world, enable her to achieve spiritual greatness. Then നമുക്ക് നെക്സ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നത് ഹെസ്റ്ററിനെ പോലെ തന്നെ നെക്സ്റ്റ് ഉള്ള മെയിൻ ക്യാരക്ടർ ആണ് ഡിംസ്ഡെയിൽ. സോ ഡിംസ്ഡെയിൽ സ്പിരിച്വലി ബിലോങ് ടു ഹിസ് ഏജ്. ഡിംസ്ഡെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ ആളൊരു റിലീജിയസ് മാൻ ആണ്. So Dimmesdale's acute mental and even physical anguish far exceeds anyone else. Even before he meets Chillingworth, he was in terrible health issues ഉള്ള ആളായിരുന്നു ഡിംസ്ഡെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോജർ ചില്ലിംഗ്വർത്തിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളായിരുന്നു. അതിന് മേ ബി അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കുറ്റബോധം കൊണ്ടാകാം എന്ന് റോജർ ചില്ലിംഗ്വർത്ത് കണ്ടെത്തുകയാണ്. So Dimmesdale tends to blame Chillingworth for his torture, but it is his own guilty conscience that makes him so vulnerable to the mechanization of the leech. When Hester tells him to the identity of Roger Chillingworth, he cries out, woman, thou art accountable for this. I cannot forgive thee. ആൻഡ് അതായത് ഇതിൽ നോവലിൽ പറയുന്ന ഒരു വാക്കാണ് ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെസ്റ്റർ പറയുന്നുണ്ട് റോജർ ചില്ലിംഗ്വർത്ത് എന്ന് പറയുന്നത് തന്റെ ഹസ്ബൻഡ് ആണ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ലൈനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻ ഡിംസ്ഡെയിൽസ് പേഴ്സണൽ ഡെസ്റ്റിനി ഹിസ് പൊസിഷൻ ആസ് എ minister of the community, his position as the minister of the community
is a decisive factor. The crucial commission of adultery in itself stems from his position as a pastor. As the shepherd of the flock, he is expected to inspire and lead his congregation, but his guilt isolated him from his community, rupturing the natural bond that should exist there. It is only in his last moment, after he makes his confession, that he returns probably to the fold of the community he is supposed to lead and inspire. സോ ഒരു 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 റിലീജിയസ് മാൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇൻസ്പയർ ചെയ്യേണ്ട ഒരാളാണ് ഒരു റിലീജിയസ് മാൻ. പക്ഷെ ആളുടെ ഗിൽറ്റ്, ആൾ ചെയ്ത ആ ഒരു കുറ്റബോധം അത് ആളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ മാത്രമാണ് ആള് കൺഫസ് ചെയ്തത്. അപ്പൊ മാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ആള് ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ മാത്രമാണ് കൺഫസ് ചെയ്തത്. ഓക്കെ, അതുവരെ ശരിക്കും പറഞ്ഞാൽ ആള് കൺഫസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഹി ഈസ് എ റിലീജിയസ് മാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജനങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആകേണ്ട ഒരു ക്യാരക്ടറാണ്, ആകേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറാണ് ഡിംസ്റ്റെയിൽ. Next is Chillingworth. Chillingworth is basically a pathological study of revenge. As a physician, he is expected to nurture and nourish the body of Dimmesdale, but instead he saps all the strength and peace out of his patients. His physical appearance indicates his evil tendencies in more ways than one. The gradual growth of his hump symbolizes the perversion of his character. The appearance is also described in terms of imagery we associate with evil in general and devil in particular. ഷില്ലിംഗ്വർത്ത് എ ഫിസിഷ്യൻ ഈസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇവിടെ ഷില്ലിംഗ്വർത്ത് എന്ന് പറയുന്നത് ഒരു പാത്തോളജി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്, ഫിസിഷ്യൻ ആണ്. അപ്പൊ ഫിസിഷ്യൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ആളാണ്. പക്ഷെ ഇവിടെ ഷില്ലിംഗ്വർത്ത് ഒരിക്കലും ഡിംസ്റ്റെയിലിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യല്ല ചെയ്തത്. സംശയത്തോട് നോക്കി ആളുടെ ഉള്ളിലെ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആളുടെ ഉള്ളിലെ തെറ്റ് എന്താണെന്ന് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ അത് ത്രൂ ഔട്ട് ആളെ ഒരുപാട് നേരം നോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി ആള് തന്നെയാണോ ഇതിലെ തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു. ടോർച്ചർ ചെയ്യുക ഇൻ ദ സെൻസ് ആള് തന്നെയാണോ തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമിനേഷൻ ആണ് കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അല്ലാതെ അയാളെ ട്രീറ്റ് ചെയ്യുക, നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഡിംസ്റ്റെയിലിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഡിംസ്റ്റെയിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പിന്നാലെ നടന്നുകൊണ്ട് അന്വേഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഷില്ലിംഗ്വർത്തിന്റെ. സോ ഹി കനോട്ട് ബി സെഡ് ആസ് എ ഗുഡ് ഫിസിഷ്യൻ. ആൻഡ് അതുപോലെ തന്നെ ഷില്ലിംഗ്വർത്തിന്റെ അപ്പിയറൻസ് നമുക്ക് നമ്മളുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിൽ കാണിച്ചു തരുന്നതും ഒരു ഡെവിൽ എന്നുള്ള രീതിയിലാണ്. അതായത് നെഗറ്റീവ് ക്യാരക്ടറിന്റെ ഒരു ഇംപ്രഷൻ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. എങ്ങനെയായിരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ പോർട്രേ ചെയ്യുക? അതേപോലുള്ള പോർട്രേ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക ഒരു നോവലിസ്റ്റ്, അതേപോലെ തന്നെയാണ് ഇവിടെ ഷില്ലിംഗ്വർത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇമേജ് ആണ് ഷില്ലിംഗ്വർത്തിന് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ഇസ് പേൾ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേൾ ആണ് ഇവിടുത്തെ കുട്ടി എന്ന് പറയുന്നത്. സോ ഇവിടെ നോവലിസ്റ്റ് റെഫേഴ്സ് ടു ഹെർ ആസ് പേൾ. പേൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജം എന്നാണ് അർത്ഥം. അതായത് ഇനി ഹെസ്റ്ററിന് വേറെ ആരുമില്ല, പേൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പേൾ എന്നുള്ള പേര് കൊടുക്കാൻ തന്നെയുള്ള കാരണം എന്താണ്? ജം, അല്ലെങ്കിൽ ഇനി എനിക്ക് ആരുമില്ല, ഈ ഒരു കുട്ടി എന്റെ ജമ്മാണ്, എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നമാണ് എന്നുള്ള രീതിയിലാണ് പേൾ എന്ന് പേര് കൊടുത്തത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി കൂടിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഹാഫ്തോണിന്റെ സ്വന്തം മകളായിട്ടുള്ള ഉണയുടെ ഒരു റെപ്രസെന്റേഷൻ കൂടിയാണ് ഇവിടെ നമ്മുടെ പേൾ എന്ന് പറയുന്നത്. അതുപോലെ പേൾ ഓൾസോ റെപ്രസെന്റ് യൂത്ത് ആൻഡ് ഹാപ്പിനെസ് ദാറ്റ് ഹെസ്റ്റർ ഹാസ് ലോസ്റ്റ് ഫോർ എവർ. ഇവിടെ ഹെസ്റ്ററിന് ഒരുപാട് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടുള്ള സന്തോഷവും സ്നേഹവും ഒക്കെയാണ് പേൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ യൂത്ത് ഒക്കെയാണ് പേൾ റെപ്രസെന്റ് ചെയ്യുന്നത്. This is presented very effectively in symbolic terms when they take their forest walk. As they go through the dark forest, the light always evades Hester, but Pearl is able to run and catch the sunshine. Pearl is both a typical child and an unusual baby. She has the energy and vivacity of a child, but her isolation from other children sets her apart. She is not a complete child. ഒരു കംപ്ലീറ്റ് ചൈൽഡ് അല്ല, കാരണം ആൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്രയും പാപി എന്ന് പറയുന്ന ഒരു മുദ്രകുത്തപ്പെട്ട ഒരു സ്ത്രീയുടെ മകളായിട്ട് വളരുന്നതിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് പേൾ വളരെ ഫ്രീ ആയിരുന്നു. വേറെ കുട്ടികളുമായിട്ടുള്ള മിംഗ്ലിങ്ങോ വേറെ ആൾക്കാരുമായിട്ടുള്ള മിംഗ്ലിങ്ങോ ഒന്നും പേളിന് ഉണ്ടായിരുന്നില്ല. Next, Scarlet Letter themes and their expression through imagery. So Hawthorne has examined the Puritan tradition of New England in the novel. An important aspect of Hawthorne's concern with sin is the theme of fall, which is manifested here in the adultery of Hester and Dimmesdale. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യൂരിറ്റൻ ട്രഡീഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നോവലാണ്. അതേപോലെ തന്നെ സിന്നിനെ കുറിച്ച്, പാപത്തെ കുറിച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പാപം ചെയ്ത ആൾക്കാരാണ് ഹെസ്റ്ററും ഡിംസ്ഡെയിലും. This basically implies that the consequences of adultery are mainly social.
അതായത് കോൺസിക്വൻസസ്, അഡൽട്ടറിയുടെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് മെയിൻലി സൊസൈറ്റി പറയുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ടതാണ്. അങ്ങനെ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാ? മാരി ചെയ്തുകൊണ്ടാണ്, അല്ലാതെ അഡൽട്ടറി അല്ല എന്നാണ്. അഡൽട്ടറി ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. Hawthorne's next crucial statement again underlines the stigma flowing from her act, without exactly defining the social or religious nature of her transgression. The other sinner, Dimmesdale, has been from the outset aware that his act of adultery has disturbed the moral order of the universe. That obviously account for the depth and intensity of his guilt. When the novelist says, "Here was the iron link of mutual crime, which neither he nor she could break," he does not ambiguously state that this transgression was a matter of the immoral soul, but he does imply that it was something more than a mere violation of a social code. അതായത് ഇന്ന് എന്ന് പറയും, ഇന്നത്തെ ഒരു കാലം പോലെ അല്ലല്ലോ 17th സെഞ്ചുറിയിലെ അമേരിക്ക എന്ന് പറയുന്നത്. അവിടെ പ്യൂരിറ്റാനിസം ആയിരുന്നു ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അഡൽറ്ററി ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അന്നും ഹെസ്റ്റർ മാത്രമാണ് പാപിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹെസ്റ്ററിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരിക്കലും ഒരു പാപിയായിട്ട് അന്നത്തെ സമൂഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഡിംസ്ഡെയിൽ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് മാൻ ആണ്, ഒരു മാതൃകയാകേണ്ട ഒരാളാണ് സമൂഹത്തിൽ. പക്ഷെ അയാൾ തെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നോവലിസ്റ്റ് ഇവിടെ പറയുന്നത്, ഹിയർ വാസ് ദ അയേൺ ലിങ്ക് ഓഫ് മ്യൂച്വൽ ക്രൈം. മ്യൂച്വൽ ക്രൈമിന്റെ അയേൺ ലിങ്ക് ആണ് ഇവർ രണ്ടുപേരും. വിച്ച് നൈദർ ഹി ഓർ ഷീ കുഡ് ബ്രേക്ക്. രണ്ടുപേർക്കും അതിൽ നിന്നും ബ്രേക്ക് ചെയ്ത് മാറാൻ പറ്റില്ല. രണ്ടുപേരും തുല്യമായിട്ടും ക്രൈം ചെയ്തവരാണ് എന്ന് നോവലിസ്റ്റ് ഇവിടെ പറയുന്നത്. And Robert Spiller, that Hawthorne's attitude towards his Puritan material was critical and skeptical but within limit. അതായത് റോബർട്ട് സ്പില്ലർ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞത്. ദാറ്റ് ഹാവ്തോൺസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിസ് പ്യൂരിറ്റൻ മെറ്റീരിയൽ വാസ് ക്രിട്ടിക്കൽ ആൻഡ് സ്കെപ്റ്റിക്കൽ ബട്ട് വിതിൻ ലിമിറ്റ്. ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് പ്യൂരിറ്റൻ ആറ്റിറ്റ്യൂഡ് ഈ നോവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹി ക്യാൻ അഫോർഡ് നോട്ട് ടേക്കിംഗ് സൈഡ്സ് പാർഷ്യലി ബിക്കോസ് ഹിസ് സെൻട്രൽ തീം ഇസ് നോട്ട് സിൻ ആസ് എ തിയോളജിക്കൽ പ്രോബ്ലം ബട്ട് ദ സൈക്കോളജിക്കൽ എഫക്ട് ഓഫ് ദ കൺവിക്ഷൻ ഓഫ് സിൻ. ഇവിടെ നമ്മുടെ ഹാവ്തോൺ, അതായത് നമ്മളുടെ ഓതർ, നമ്മളുടെ റൈറ്റർ ഇവിടെ നമ്മുടെ പ്യൂരിറ്റാനിസത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ, മൊത്തം എടുത്തിട്ടില്ല. കാരണം ഇവിടെ നോവലിസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയല്ല. തെറ്റ്, റിലീജിയസ് പ്രോബ്ലം അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് പ്രോബ്ലം എന്ന് പറയുന്ന സിൻ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ല, മറിച്ച് അതിന്റെ സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. അതായത് അത് മനസ്സിനെ എങ്ങനെ ആ ഒരു പാപം കുത്തി നോവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് ഈ റൈറ്ററിന്റെ. സോ അതാണ് ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് പ്യൂരിറ്റൻ സെറ്റിലേഴ്സിന്റെ, ആ നഗരത്തിൽ അന്ന് ജീവിച്ചിരുന്ന പ്യൂരിറ്റൻ സെറ്റിലേഴ്സിന്റെ സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. ഒരിക്കലും ഒരു ക്രൈമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാപത്തെ കുറിച്ചിട്ടോ കൂടുതലായിട്ട് പറയല്ല, പക്ഷെ അതെങ്ങനെയാണ് ഒരു പാപം വന്നാൽ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ ജനതയുടെ മനസ്സിനെ അത് ബാധിച്ചത് എന്നാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് ഹിസ് എയിം ഈസ് ടു റിവീൽ റാദർ ദാൻ റിസോൾവ് ദ ഡിലമാസ് ഓഫ് ഹിസ് ക്രിയേഷൻ. അത് റിവീൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ ഹാവ്തോണിന്റെ എയിം എന്ന് പറയുന്നത്. റിസോൾവ് ചെയ്യല്ല, അത് റിവീൽ, പുറത്തേക്ക് കൊണ്ടുവരികയാണ്. Then, an important conflict that has developed in the book that the organic material antithesis, a struggle between the possible organic growth of the individual and the mechanical restriction imposed upon it by the Puritan society. ഓർഗാനിക്കും മെറ്റീരിയലും ഇൻഡിവിജ്വലും അതുപോലെ തന്നെ മെക്കാനിക്കലും ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. It is clearly introduced in the opening chapters as a prison door with its many skypes and heavy iron rods. Its beetle-browed and gluey front is contrasted with a wild rose bush, which recalls the wildness of America before the arrival of settlers. So ഇവിടെ ഓർഗാനിക് ഏതാണ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഏതാണ്, അതിന്റെ ഒരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ അല്ലാത്തത്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഓർഗാനിക് മീൻസ് നാച്ചുറൽ ആയിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ അയേൺ പ്രിസൺ ഡോർ ഒക്കെ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? പ്രിസൺ ഡോർസ് ഒക്കെ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രിസൺ ഡോർ തുറന്നു വരുമ്പോൾ അതിന്റെ മുന്നിൽ കാണുന്ന റോസും അതുപോലെ തന്നെ ബുഷസും പ്ലാന്റ്സും ഒക്കെ എന്താണ്? പണ്ടത്തെ അമേരിക്കയെ സൂചിപ്പിക്കുന്നത്. നാച്ചുറൽ ബ്യൂട്ടി, അമേരിക്കയുടെ പണ്ടത്തെ ആ വൈൽഡ്നെസ് അല്ലെങ്കിൽ നേച്ചർ, അതിനെ, അതായത് സെറ്റിലേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു അമേരിക്കയുടെ ആ ഒരു പ്രകൃതിനെ കാണിക്കുന്ന എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചില കാര്യങ്ങള് ഓർഗാനിക് അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇതിന്റെ ഡിഫറൻസസും നമ്മൾക്ക് ഈ നോവലിൽ കാണാം എന്നുള്ളതാണ് പറയുന്നത്.
The pillory above it is an ugly engine which represents the crushing grip of the Puritan society upon its individual members. എത്രത്തോളമാണ് ഈ പ്യൂരിറ്റൻ സൊസൈറ്റി അതിന്റെ അവിടെ ജീവിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ പ്രഷർ കൊണ്ടുവരുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് അഗ്ലി എഞ്ചിൻ അവിടെ കാണിക്കുന്നുണ്ട്. This mechanical mansion contrasts with the organic sea and the forest which now sustain Hester and inspire her to exhort Dimmesdale to action. അതേപോലെ തന്നെ മെക്കാനിക്കൽ മാൻഷൻസ് നമ്മൾ പറയുന്ന ഒരുപാട് കൊട്ടാരങ്ങളും കൊട്ടാര സമുച്ചയങ്ങളും ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഹെസ്റ്റർ ജീവിക്കുന്ന ഫോറസ്റ്റിനോടായിട്ട്. There is also a contrast between flowers and weeds. Weeds are associated with the moral evil in general and with the Chillingworth in particular. അതുപോലെ തന്നെ ഹെസ്റ്ററും അതുപോലെ നമ്മുടെ പേളൊക്കെ ജീവിക്കുന്ന കാട്ടിലെ പൂക്കളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, ഫ്ലവേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില്ലിംഗ്വർത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില്ലിംഗ്വർത്തിന്റെ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വീഡ്സ് എന്ന് പറയുന്നത് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഇവിൽ, ബട്ട് ഫ്ലവർ എന്ന് പറയുന്നത് ബ്യൂട്ടി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ആണ്. Chillingworth is connected with black weed. ഞാൻ പറഞ്ഞ പോലെ black weed. They have sprung up out of buried heart with vegetable wickedness. The Puritan community also is linked with weeds and black flowers. The weed that Pearl attacks are Puritan children. Weed and black flowers are on several occasions allied even with Hester. She suggests Dimmesdale that they let the black flower of their love blossom as it may. അപ്പൊ ഇവിടെ ഫ്ലവേഴ്സിന്റെയും വീഡ്സിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. വീഡ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി വീഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഒരു ചെടിയായിട്ടാണ് പറയുക. അതൊരു നല്ലൊരു ചെടിയല്ല. മറ്റുള്ളതിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ നല്ലൊരു രീതിയിൽ വളരുന്ന ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെടിയല്ല, നമ്മളത് പറിച്ചു കളയുന്ന ചെടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് സിമ്പിൾ. Then other recurring images. Novel uses dark color in the beginning. Wilson's light is contrast with the Chillingworth blackness. The grey of Hester's dark dress and the Puritan hats reflects the drabness of Puritan clothing. കുറച്ച് ഇമേജസ് ഒക്കെയാണ് പറയുന്നത്, ഡാർക്ക് കളർ ഒക്കെ ആണ് പറയുന്നത്. പിന്നെ റെഡ് കളർ ഉണ്ട്. ഇറ്റ് has a variety of association. It suggests roses and carnality. The scarlet woman, for example, Pearl is dressed in red. Hester's letter is red. The bloom on healthy cheek is red, and the flow in Chillingworth eyes is perceived as red, emanating from the fire of hell. In general, the darker colors have negative association and they often suggest evil. Dimmesdale has white, brown, and brown melancholy eyes, but his black dress represents his unhappy frame of mind. Light and shade, like brightness and darkness, evince considerable symbolic richness. The sunlight suggests in ample measure joy, truth, and healthy. ഓരോ ഇമേജസ് പറയുന്നത്, ഓരോ കളറിന്റെ ഓരോ ഇമേജസ് ആണ് ഇവിടെ പറയുന്നത്. Another important image in the novel is that of the heart. The heart in Hawthorne is often compared to a dragon or to a cavern or a tomb. But other image എന്ന് പറയുന്ന ഒരു image of heart ആണ്. Heart in Hawthorne is considered as compared to dungeon or to a cavern or a tomb. So the heart is a chamber in which Dimmesdale keep his vigil in utter darkness and which Chillingworth enters. The heart is a place where the devil is most apt to set its mark. The female chapter between the minister and the physician, the leech and his patient, begins and ends in this heart imagery. The forest in which Hester and Pearl takes their walk has all the attributes common to natural human heart. It is black, mysterious, Dimmesdale, dim, gloomy, shadowy, obscure, and daring. അതായത് നമ്മളുടെ ഹെസ്റ്ററും പേളും കൂടി താമസിക്കുന്ന അല്ലെങ്കിൽ വാക്ക് ചെയ്യുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത്, കാട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ തന്നെയാണ്. അവിടെ ബ്ലാക്ക് ഉണ്ടാവും, അത് ബ്ലാക്ക് ആയിരിക്കാം, ഡാർക്ക് ആയിരിക്കാം, മിസ്റ്റീരിയസ് ആയിരിക്കാം, സാഡ് ആയിരിക്കാം, ഗ്ലൂമി ആയിരിക്കാം, ഷാഡോയി ആയിരിക്കാം. അങ്ങനെ ഹ്യൂമൻ ഹാർട്ടിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് പേളും ഹെസ്റ്ററും താമസിക്കുന്ന ഫോറസ്റ്റ്. Then another important image in the novel is that of journeys. In fact, the novel begins with Hester's ritual journey from the prison to the scaffold and ends with Dimmesdale's formal journey from the governor's palace to the meeting house. Whereas Hester's journey leads to her separation and exile, Dimmesdale bring about his union with society and the end of his spiritual exile. അങ്ങനെ ഒരുപാട് യാത്രകൾ ഈ നോവലിലുണ്ട്. തുടക്കം മുതൽ ഓരോരുത്തരുടെയും യാത്രകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും യാത്ര, സഞ്ചാരം എന്ന് പറയാം. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കല്ല, അവരുടെ ജീവിതയാത്ര. Then the structure of novel. The novel is built around the scaffold in the sense that chapter 2, 12, 23, in which Hester, Dimmesdale, and both along with Pearl respectively mounted
constitute the turning points in the story. The 12th chapter assumes great significance also because it clearly separate the first part of the novel from the second. ഇത് നോവലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഓരോ ചാപ്റ്ററിലും എന്താണ് പറയുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് വായിച്ചത് മനസ്സിലാക്കിയാൽ മതി ഓരോ ചാപ്റ്ററിൽ എന്താ പറയുന്നത്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന്. The last 3 chapters culminate in Dimmesdale's triumph over Chillingworth. Chapter 4 to 8, after Hester's interview with Chillingworth in the prison, deal with Paul and Hester and describe the latter's struggle in the community. Chapter 13, 14, and 15 deal again with Hester and Paul, revealing the former's improved condition within the community and within herself. Chapter 16 to 20 shows the partial reunion of Hester and Dimmesdale and their attempt to counter Chillingworth's plan. Thus, Hawthorne forms clusters of chapters between the scaffold chapters and at the beginning and the end led through the chapters on the marketplace to the scaffold. ഇവിടുത്തെ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. And the 24 chapters total in novel എന്ന് പറയുന്നത് 24 ആണ്. So the 24 chapters of the novel have also been compared to the 24 books of Homer's epic. The first 12 led upward and downward, the concluding 12 of the heart to the heart and salvation, at least for Dimmesdale, in the middle chapters. And an important problem, the relevance of Custom House. നമ്മൾ ഈ കസ്റ്റം ഹൗസിൽ നിന്നാണ് ഈ സ്റ്റോറി ഉണ്ടാകാനുള്ള ഒരു ത്രെഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. So, Hawthorne also prepares us in the section for the main story by describing Scarlet Letter, which has been wrought as was easy to perceive with wonderful skill of needlework. Then he commented on the authenticity of the story and the possibility of his having taken any liberty with it. Hawthorne come back to the Custom House in the conclusion as he refers to Poe and his successors. Mr. Survivor Poe, who made investigations a century later, believed, and one of his recent successors in the office moreover faithfully believes, that Paul was not only alive but married and happy. He also refers a manuscript of old date, thus returning us to the Custom House section. Thus, in several ways, the Custom House is linked the body of the novel. ഈ നോവലിന്റെ തുടക്കവും ഒടുക്കത്തിലും ഒക്കെ ഈ കസ്റ്റം ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റം ഹൗസ് ഇതിൽ വളരെയധികം ഇഴുകി ചേർന്ന ഒരു സ്ഥലം കൂടിയാണ്, മെൻഷൻ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കസ്റ്റം ഹൗസ് എന്ന് പറയുന്നത്. The main narrator, the narrative technique and point of view. So the main narrator sought out the problem of making the magical and marvelous credible by simply stating that extraordinary events were witnessed by a few persons, and thus he maintains a somewhat special facade. The novelist aims at a fine combination of the dramatic and descriptive in his technique of the narrative. He often tries to build up the climactic movement of drama. The 3 scenes on the scaffold are fine examples of it. ഇതിൽ നറേറ്റീവ് ടെക്നിക് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നറേറ്റർ അതിനെ പ്രസന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറിനെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ നറേറ്റർ എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും പ്രസന്റ് ചെയ്ത് നമ്മൾ കണ്ടു, ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് കണ്ടു. അതേപോലെ തന്നെ ക്ലൈമാറ്റിക് മൂവ്മെന്റ്സ്, ഓരോ രീതിയിൽ എങ്ങനെ ഓരോ ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതിയിലും ഓരോ മൂവ്മെന്റും എങ്ങനെയാണ് നറേറ്റർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 3 scenes on the scaffold are fine examples. 3 scenes. ആദ്യം ആ സ്കഫോൾഡിൽ കയറി ഹെസ്റ്റർ നിൽക്കുന്നു, അതുപോലെ തന്നെ സ്കഫോൾഡിൽ കയറിയിട്ട് ഹെസ്റ്ററും ഡിംസ്ഡേൽ നിൽക്കുന്നു. അവര് 3 പേരും തമ്മിൽ സംസാരിക്കുന്നത് റോജർ കേൾക്കുന്നു. ഫൈനലി നമ്മളുടെ ഹെസ്റ്ററും അതുപോലെ തന്നെ ഡിംസ്ഡേയിൽ നിന്ന് ഡിംസ്ഡേൽ അവിടെ മരിച്ചു വീഴുന്നു. സോ ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ നറേറ്റീവ് ടെക്നിക്ക് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. The first and the last of these scenes are like spectacles, with the entire population throwing the place in the middle one. The meteor, the flashing across the sky, provides the drama they can easily see as a tableau, each one strikingly visualized. Then the genre of Scarlet Letter. ഈ സ്കാർലറ്റ് ലെറ്ററിലെ ഏത് ജോണറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. അപ്പൊ നമുക്ക് സ്കാർലറ്റ് ലെറ്ററിന്റെ സബ് ടൈറ്റിൽ ആയിട്ട് കാണുന്നത് സ്കാർലറ്റ് ലെറ്റർ എ റൊമാൻസ് എന്നാണ് സ്കാർലറ്റ് ലെറ്ററിന്റെ സബ് ടൈറ്റിൽ. അപ്പൊ ഏത് ജോണറിലേക്ക് കൊണ്ടുവരാം, ട്രാജഡി ആണോ, കോമഡി ആണോ, എന്താണ്, റൊമാൻസ് ആണോ എന്നുള്ളതാണ്. So if we apply Hawthorne's own distinction to Scarlet Letter, the work is likely to be seen more as a romance and less as a novel. Thus, the society described in the work lacks the breadth and the depth of humanity which categorize a typical novel.
The appearance of the scarlet letter A on the heart of Dimmesdale, the flashing of the meteoric A in the sky when the minister appears on the scaffold, the red light that comes out of the Shillingworth eyes, the witchcraft of Mistress Hibbins are all unreal events. ഇവിടെ കുറച്ച് അൺറിയൽ ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വി ഷുഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് Hawthorne has given us a definition of romance which can subsume several works that we have generally regarded as novel. ഇതിൽ നമുക്ക് റൊമാൻസ് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് നോവൽസ് ഉണ്ട്. അതായത് ജനറലി കുറച്ച് ബ്രിട്ടീഷ് നോവൽസ് ആണ്, അമേരിക്കൻ നോവൽസ് അല്ല. എമിലി ബ്രോണ്ടിയുടെ വുദറിംഗ് ഹൈറ്റ്സ്, അതുപോലെ തന്നെ മെൽവിലി എമിലി, നമ്മൾ ഈ പറയുന്ന കുറച്ച് റിഗാർഡ് ചെയ്യുന്ന കുറച്ച് നോവൽസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ സാധാരണ റൊമാൻസ് എന്ന് പറയുന്നിട്ട് ക്ലാസിഫൈ ചെയ്യാറ്. അങ്ങനെയുള്ള കുറച്ച് നോവൽസ് ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ കുറച്ച് നോവൽസ് ആണ്. എമിലി ബ്രോണ്ടിസ് വുദറിംഗ് ഹൈറ്റ്സ്, മെൽവിലേസ് ബിലി ബർഡ്, ഷാർലറ്റ് ബ്രോണ്ടിസ് ജെയിൻ എയർ and Sir Walpole Ivanhoe may have to be classified as a romance. So if we take a broader view of the possibility and range of the novel as a genre, we have to place Scarlet Letter midway between novel and romance. That explain why in the earlier units we have often called the work as a novel. സോ ഇതിന് നോവൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ റൊമാൻറ്റിക് അല്ലെങ്കിൽ സ്കാർലറ്റ് ലെറ്റർ എ റൊമാൻസ് എന്നുള്ളതാണ് ഇതിന്റെ സബ് ടൈറ്റിൽ ആയിട്ട് ഹാവ്തോൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നോവലിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് സ്കാർലറ്റ് ലെറ്റർ ആൻഡ് അതർ സിമിലർ നോവൽസ്, ഈ നോവലിലെ പോലെ തന്നെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റ് നോവൽസ് ഏതാ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈക്ക് മെനി നോവൽസ് ഓഫ് ദ റൊമാൻറ്റിക് പീരീഡ് ഇൻ ഇംഗ്ലണ്ട്, അമേരിക്ക, റഷ്യ ആൻഡ് ഫ്രാൻസ്, സ്കാർലറ്റ് ലെറ്റർ ഹാസ് എ ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ്. മോസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സ്കാർലറ്റ് ലെറ്റർ റൊമാൻസ്, അപ്പോൾ മോസ്റ്റ് ഓഫ് റൊമാൻറ്റിക് പീരീഡിൽ എഴുതിയ നോവലുകൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും ഒക്കെ എഴുതിയ നോവൽ പോലെ തന്നെ സ്കാർലറ്റ് ലെറ്ററിന്റെ സെറ്റിംഗും ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ആണ്. And however, Hawthorne used the backdrop of history not simply to create a fictional counterpart of costume drama or describe spectacular and marvelous effects, but to probe deep into the minds of the major characters. Major characters in the മൈൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഹിസ്റ്ററി ജസ്റ്റ് ഒരു ബാക്ക്ഡ്രോപ്പ് പോലെ ഇട്ടു എന്നേ ഉള്ളൂ. And the Scarlet Letter is the only great American novel of its part that put a woman at the center of the stage. വുമൺ ആണ് ഇതിലെ സെന്റർ എന്ന് പറയുന്നത്. So it is the only greater novel, American novel എന്ന് ഇവിടെ പറയുന്നുണ്ട്. The Scarlet Letter makeover not only present the predicament of Hester, but it also questioned the validity of the status society has assigned to women. Society സ്ത്രീകൾക്ക് കൊടുത്ത സ്റ്റേറ്റസും കൂടി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. The Scarlet Letter as a novel about adultery resembles several great 19th century novels, in particular Flaubert, Madame Bovary, Tolstoy's Anna Karenina, which focus on extramarital affairs of a wife. And these are also novels which explore the minds of the characters. ഇപ്പൊ സ്കാർലറ്റ് ലെറ്റർ ഒരു നോവലാണ്, ഒരു അഡൽച്ചറി നോവലിനെ സിംബലൈസ് ചെയ്യുന്ന മറ്റ് നോവലുകൾ 19th സെഞ്ചുറിയിലെ മറ്റ് നോവലുകളാണ് മാഡം ബൗറി, പിന്നെ അതേപോലെ തന്നെ അന്ന കരേനിന, ടോൾസ്റ്റോയുടെ അന്ന കരേനിന. ഇതെല്ലാം ഇതുപോലെ തന്നെ എക്സ്ട്രാ മെറൈറ്റൽ അഫയേഴ്സ്, വൈഫിന്റെ എക്സ്ട്രാ മെറൈറ്റൽ അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട നോവലാണ് സ്കാർലറ്റ് ലെറ്റർ പോലെ തന്നെ. ആൻഡ് ദീസ് ആർ ഓൾസോ നോവൽസ് വിച്ച് എക്സ്പ്ലോർ ദ മൈൻഡ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പൊ ഈ പറഞ്ഞ അന്ന കരേനിന ആണെങ്കിലും മദം ബൗറി ആണെങ്കിലും ഒക്കെ ഇതില് ക്യാരക്ടേഴ്സിന്റെ മനസ്സിനെ കുറിച്ചും കൂടി ട്രാവൽ ചെയ്യുന്ന നോവൽ കൂടിയാണ്. Thus, Hawthorne and Scarlet Letter shows distinct individuality in his handling of a historical setting, in his presentation of the predicament of women in a patriarchal society, and in his treatment of the motives of the adulterous wife. So, ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ഈ നോവലിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്നതിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ റൊമാൻസ് എന്നാണ്. അതേപോലെ തന്നെ സ്കാർലറ്റ് ലെറ്റർ മെയിൻ ആയിട്ട് പറയുന്നതിന്റെ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെ ഈ SLM ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ സ്റ്റോറി ഒന്നും വലിയ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും സ്റ്റോറി നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ.